അവളെ കണ്ടതും ആശ ഓടി വന്ന് കയ്യിൽ പിടിച്ചു. മോളെ. ഗൗരി അവരെ നോക്കി. ആ കണ്ണുകളും കരഞ്ഞു ചുവന്നിരുന്നു. അവളെയും കുട്ടി നേരെ പോയത് മുറിയിലേക്കാണ്. ബെഡിലിരുത്തി ആശ അവളുടെ കയ്യിൽ പൊതിഞ്ഞു പിടിച്ച് അടുത്തായിരുന്നു. എന്താ അമ്മയുണ്ടായത്? വല്യച്ഛൻ എന്താ ചോദിക്കുമ്പോൾ അവളൊന്ന് വിറച്ചു. ദേഷ്യമാണ്, വെറുപ്പാണ് ആ മനുഷ്യനോട്. പക്ഷേ അച്ഛൻ്റെ ഏട്ടനാണ്. പണ്ടൊക്കെ അച്ഛൻ്റെ സ്ഥാനവും ഇത്രയും ഉപദ്രവിച്ചിട്ടും വെറുത്തിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അങ്ങേയറ്റം വെറുത്തു പോയിട്ടുണ്ട്. ആത്മഹത്യയായിരുന്നു. ഇന്നലെയാണ് ജാമ്യം കിട്ടിയത്. ആരോ കൂട്ടുകാരനാണ് വക്കീലിനെ ഏർപ്പാടാക്കിയതും ജാമ്യത്തിലിറക്കിയതും. വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ അമ്മയുടെ കിടപ്പ് കണ്ട് ആകെ തളർന്നു പോയി ഏട്ടൻ. കൂടെ ഏട്ടത്തി എന്തൊക്കെയോ വഴക്കിട്ടു. വീട്ടിൽ പോകുക പറഞ്ഞു. എല്ലാം മിണ്ടാതെ ഇരുന്ന് കേട്ടു. ഒടുവിൽ മുറിയിലേക്ക് കയറി വാതിലടച്ചതാ. രാവിലെ നോക്കുമ്പോൾ അവരുടെ കണ്ണ് നിറഞ്ഞു. ഗൗരി തലയും താഴ്ത്തിയിരുന്നു. സങ്കടമുണ്ട്, വേദനയുണ്ട്. പക്ഷേ അതിനുള്ള അർഹത ആ മനുഷ്യനില്ലല്ലോ. ഗൗരി അവസാനമായി ഒരു നോക്കുപോലും വിശ്വയെ നോക്കാൻ പോയില്ല. അമ്മയുടെ മുറിയിൽ തന്നെ ഇരുന്നു. ഇടയ്ക്ക് ഹരി വന്ന് അവളുടെ അടുക്കലിരുന്നതും അവൾ ആ നെഞ്ചിലേക്ക് ചാഞ്ഞു. നമുക്ക് പോകാം ഹരിയേട്ടാ. ദയനീയമായി നോക്കുന്നവളുടെ മുടി ഒതുക്കി വെച്ചവൻ. പോകാം, ചടങ്ങൊക്കെ കഴിയട്ടെ. ഒന്നും ഓർക്കാതെ കുറച്ചു നേരം കിടന്നു, ഞാൻ പുറത്തുണ്ട്. അവളെ ആശ്വസിപ്പിച്ച് ഹരി പുറത്തേക്ക് പോയി. ഇടയിൽ വാടിത്തളർന്ന് കിടക്കുന്ന അനുവിൻ്റെ അടുക്കൽ പോയി ഗൗരിയിരുന്നു. രണ്ടാളും തമ്മിൽ ഒരു വാക്കുകൊണ്ട് പോലും ആശ്വസിപ്പിച്ചില്ല. അനുവിൻ്റെ തോളിലേക്ക് ചാരി അവളിരുന്നു. പഴയതൊക്കെ ഓർത്തുകൊണ്ട്. വഴക്കു പറഞ്ഞിരുന്നത്, പഠിക്കാൻ വിടാത്തത്, ഭക്ഷണം തരാതെ പട്ടിണിക്കിട്ടത്, അടിച്ചത്, ചീത്ത പറഞ്ഞത്, പണിയെടുപ്പിച്ചത്, അങ്ങനെ ഓർക്കാൻ പോലും ഭയം തോന്നുന്ന കുട്ടിക്കാലം. ചടങ്ങൊക്കെ കഴിഞ്ഞ് ഓരോരുത്തരും പോയി തുടങ്ങി. ഹരി ഇടയ്ക്ക് കടയിലേക്ക് പോയിരുന്നു. വൈകുന്നേരമാണ് തിരിച്ചു വന്നത്. ഇനിയും അവിടെ നിൽക്കാൻ രണ്ടാൾക്കും ഒട്ടും താല്പര്യമില്ല. അമ്മയോടും അച്ഛനോടും പറഞ്ഞിറങ്ങാൻ നേരം ഗൗരി ഹരിയെ നോക്കി. മുത്തശ്ശി ഒന്ന് കാണണം. ഗൗരി ഹരിയൊന്ന് തലയാട്ടിയതും ഗൗരി അവൻ്റെ കയ്യിൽ മുറുക്ക പിടിച്ച് മുറിയിലേക്ക് കയറി. മെലിഞ്ഞ് കോലുപോലെ ഒരു ശരീരം ബെഡിൽ ഒട്ടിക്കിടക്കുന്നു. കണ്ണുകൾ മുകളിലേക്കാണ്. അവ നിറഞ്ഞ് ഇരു സൈഡിലൂടെയും ഒഴുകുന്നുണ്ട്. പ്രിയപ്പെട്ട മകൻ്റെ വേർപാട് അത് ഈ അമ്മ എങ്ങനെ സഹിക്കും? ചെയ്തു കൂട്ടിയ പാപങ്ങൾക്കുള്ള ശിക്ഷ അത് മകൻ്റെ മരണം കൺമുന്നിൽ കാണുക എന്നുള്ളത് തന്നെയാണ്. അവസാനമായി ഒന്ന് ചേർത്ത് പിടിക്കാൻ കഴിയാതെ, ഒന്ന് കാണാനോ അവസാന ചുംബനം നൽകാൻ കഴിയാതെ ഇങ്ങനെ ഒരേ കിടപ്പിൽ ആർത്തു കരയുക. ഈ ജന്മത്തിൽ ഇതാണ് അവർക്കുള്ള ശിക്ഷ. ഹരി അവരെ നോക്കാതെ കണ്ണു വെട്ടിച്ചു മാറ്റി. മുറിയിലേക്ക് ആരോ വന്നത് കാണെ രാജേശ്വരി കണ്ണുകൾ ചലിപ്പിച്ചു. തന്നെ നോക്കി നിൽക്കുന്ന ഗൗരിയെ കാണെ അവരുടെ കണ്ണുകളൊന്ന് തിളങ്ങി. വേദന മറച്ചുവെച്ച് അവർ തലയൊന്ന് ചെരിച്ചതും മരണം മുന്നിൽ കണ്ടതുപോലെ അവരൊന്ന് പിടഞ്ഞു. ഗൗരി പകപ്പോടെ മുത്തശ്ശിയെ പിടിക്കാൻ ഞാഞ്ഞു. പിന്നെ എന്തോ ഓർത്ത പോലെ സ്റ്റക്കായി. ഒരു നിമിഷം രാജേശ്വരി അവളെ തന്നെ നോക്കിക്കടന്നു. ഗൗരി തിരിച്ചു. നടുവടിച്ച വീണ് കിടപ്പിലായി 3-4 ദിവസം കഴിഞ്ഞാണ് രാജേശ്വരി ബാത്റൂമിൽ തലയടിച്ചു വീണത്. സീരിയസ് ആയി ഹോസ്പിറ്റലിൽ ഒരാഴ്ച കടന്നു. പ്രായമായതുകൊണ്ട് തലയിൽ ക്ലോട്ടായ ബ്ലഡ് ഒരു ഓപ്പറേഷനോട് മാറ്റാൻ സാധ്യമല്ല. ദിവസങ്ങൾ എണ്ണിക്കിടക്കുക എന്നല്ലാതെ വേറെ ഒരു വഴിയിലും ഇല്ലാതെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുകയായിരുന്നു. അതിനിടയിലാണ് മകൻ്റെ വേർപാട്. അത് രാജേശ്വരിയെ ചെറിയ രീതിയിലൊന്നുമല്ല ബാധിച്ചത്. മുത്തശ്ശി, ഗൗരി പയ്യെ വിളിച്ചതും അവർ കണ്ണുകൾ വിടർത്തി അവളെ നോക്കി. പലതും മിണ്ടണമെന്നുണ്ട്, ക്ഷമാപണം നടത്തണമെന്നുമുണ്ട്. പക്ഷെ ഒന്നിനും കഴിയുന്നില്ല. നാവ് ചലിപ്പിക്കാൻ പോലും ആവതില്ല. രാജേശ്വരിയുടെ കണ്ണിൽ വേദന നിറഞ്ഞു. ഞങ്ങളുടെ കൺമീനിൻ്റെ ശാപം ഇനിയും നിങ്ങൾ അനുഭവിക്കാതിരിക്കട്ടെ. അത്രമാത്രം പറഞ്ഞ് ഗൗരി തിരിഞ്ഞു നടന്നു. കൂടുതലൊന്നുമില്ല. സങ്കടമോ വേദനയോ സഹതാപമോ ഒന്നും. ഹരി ബൈക്ക് മുന്നോട്ടെടുത്തതും ഹരിയിലേക്ക് പറ്റിയിരുന്ന അവൾ ആ പുറത്തേക്ക് കവളമർത്തിക്കിടന്നു. പിന്നീട് അങ്ങോട്ട് ആകെ മൂഡ് ഓഫ് ആയിരുന്നു ഗൗരി. എല്ലാ കാര്യങ്ങളും ചെയ്യും, പക്ഷേ സംസാരം കുറഞ്ഞു. മുമ്പത്തെ പോലെ ചിരിയില്ല. എപ്പോഴും എന്തെങ്കിലും ചിന്തിച്ചിരിക്കും. അവളേക്കാൾ ഹരിയാണ് അവളുടെ അവസ്ഥ ബാധിച്ചത്. അവനാകെ ഭ്രാന്ത് പിടിക്കുന്നുണ്ടായിരുന്നു അവളെ കാണുമ്പോൾ. അവളുടെ കൊഞ്ചൽ നിറഞ്ഞ സംസാരം കേൾക്കാൻ അവന് വല്ലാത്ത കൊതി തോന്നി. എന്നത്തെയും പോലെ കടയും അടച്ചു വരുമ്പോൾ രാത്രി 9 മണിയായിട്ടുണ്ട്. ഗൗരി തന്നെയാണ് വാതിൽ തുറന്നത്. ഒന്ന് ചിരിച്ച് അവൻ്റെ കയ്യിലുള്ള കവർ വാങ്ങി അവൾ അടുക്കളയിലേക്ക് നടന്നതും ഹരി മുറുകിയ മുഖത്തോടെ മുറിയിലേക്ക് കയറി. അവന് വല്ലാത്ത ദേഷ്യം തോന്നി. അവൾ വേദനിക്കുന്നുണ്ട്. വല്യച്ഛൻ്റെ മരണവും മുത്തശ്ശിയുടെ അവസ്ഥയും അവളെ വല്ലാതെ ബാധിച്ചിരിക്കുന്നു. ഓർക്കുമ്പോൾ തന്നെ അടിമുടി വിറച്ചവൻ. ഗൗരി, ഹരിക്കുള്ള ചോറ് വിളമ്പുന്നവൾ അവൻ്റെ അലറലിൽ ഒന്ന് ഞെട്ടിത്തെറിച്ചു. ഗൗരി! വീണ്ടും വിളി വരെ വേഗം തന്നെ അവൾ മുറിയിലേക്ക് പാഞ്ഞു. ഹരിയേട്ടാ, എൻ്റെ മുണ്ടെവിടെ?
വാതിൽക്കൽ നിൽക്കുന്നവളെ ഒന്ന് നോക്കാതെ അവൻ കടുപ്പത്തിൽ ചോദിക്കെ ഗൗരി ഒരു നിമിഷം അവനെ തന്നെ ചുവന്ന മുഖത്തോടെ എങ്ങോട്ടോ നോക്കി നിൽപ്പാണ്. കൈമുഷ്ടി ചുരുണ്ടിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനെ. എപ്പോഴും കുസൃതി കാണിച്ചു പുറകെ നടന്നിരുന്നവന്റെ മാറ്റം അവളെ വേദനിപ്പിച്ചു. കണ്ണുകൾ കലങ്ങി. ഡി കണ്ണും നിറച്ചു നോക്കുന്നവളെ രൂക്ഷമായൊന്ന് നോക്കിയതും ഗൗരി തലയും താഴ്ത്തി അകത്തേക്ക്. കബോർഡിൽ നിന്ന് മുണ്ടുമെടുത്തു കൊടുത്തതും അത് വാങ്ങി മാറ്റിയെടുത്തവൻ എന്തോ പറയാൻ നിൽക്കുന്നവളെ ഒന്ന് നോക്കുക കൂടി ചെയ്യാതെ ടവലുമെടുത്ത് ഹരി പുറത്തേക്ക് ഇറങ്ങിയതും ഗൗരി ഞെട്ടലോടെ അവൻ പോയ വഴിയെ നോക്കി നിന്നുപോയി. അവൻ്റെ അവഗണന അതവളെ നന്നായി വേദനിപ്പിച്ചു. അവൻ കഴിക്കാനിരിക്കുമ്പോഴും അവളുടെ കണ്ണുകൾ പലയാവർത്തി അവനിലേക്ക് പാഞ്ഞു. ഒരു നോട്ടം കൊണ്ടുപോലും അവൻ അവളെ കടാക്ഷിച്ചില്ല. നെഞ്ചിൽ ഒരു ഭാരം പോലെ തോന്നി ഗൗരിക്ക്. കഴിക്കുന്നതൊന്നും ഇറങ്ങാത്തതുപോലെ തലയും താഴ്ത്തി ആരെയും കൂസാതെ കഴിക്കുന്നവനെ കാണെ തൊണ്ടക്കുഴിയിലെത്തിയ കരച്ചിലിനെ അടക്കി അവൾ എഴുന്നേറ്റ് പോയി. ഗൗരി പോയതറിഞ്ഞിട്ടും ഹരി നോക്കിയില്ല. അറിയാം അവൾക്ക് വേദനിക്കുന്നുണ്ടാവും. പക്ഷേ അവളുടെ മനസ്സിലെ സങ്കടത്തെ മാറ്റാൻ വേറെ വഴിയില്ല. പാത്രമൊക്കെ കഴുകി അടുക്കളയൊതുക്കി മുറിയിലേക്ക് കയറുമ്പോൾ അവളുടെ മുഖം ചുവന്നിരുന്നു. അവൾ കരഞ്ഞാണ് വന്നതെന്ന് ഒറ്റ നോട്ടത്തിൽ ഹരിക്ക് മനസ്സിലായി. എന്നാൽ അവളെ കാണാത്തതുപോലെ ഫോണിലേക്ക് നോക്കി തന്നെ കിടന്നവൻ ഡ്രസ്സും എടുത്ത് ഫ്രഷായി വന്നപ്പോൾ ഹരി ലൈറ്റ് ഓഫ് ചെയ്ത് കിടന്നിരുന്നു. ഗൗരിക്ക് കരച്ചിൽ വന്നു. നെഞ്ചിൽ വല്ലാത്ത ഭാരം. അവനോട് ചേർന്ന് കിടക്കാതെ ഉറക്കം വരില്ല. ഹരിയേട്ടാ എന്നെ ഒന്ന് നോക്ക്. ഒഴുകുന്ന കണ്ണുനീരിനെ തുടച്ചുകൊണ്ട് ഇപ്പുറത്ത് വന്ന് ഒതുങ്ങിക്കിടന്നതും മുറിയിൽ അരണ്ട വെളിച്ചം നിറഞ്ഞു. ഹരി മലർന്നു കിടന്നുകൊണ്ട് അവളെ ഒന്ന് നോക്കി. ചുമരിലേക്ക് ചരിഞ്ഞു കിടപ്പാണ്. ആ ശരീരം ഉലയുന്നുണ്ട്. നിശബ്ദമായി കരയുകയാണെന്ന് അവന് മനസ്സിലായി. ഡി നിന്റെ തന്ത വലഞ്ഞു ചത്തോ ഇങ്ങനെ മോങ്ങാൻ. എത്ര അടക്കിയിട്ടും അവന്റെ ശബ്ദം കടുത്തു. കൂടെ എഴുന്നേറ്റിരുന്നവൻ ലൈറ്റ് ഇട്ടതും ഗൗരി ഒന്നുകൂടി ചുരുണ്ടു. ഇപ്പോൾ ഗജന്റെ ശബ്ദം കേൾക്കാം. ഡി നിന്നോടാ ആര് ചെത്തിട്ടാ ഇങ്ങനെ കിടന്ന് പോകുന്നത്? ഇങ്ങോട്ട് തിരിഞ്ഞു കിടക്കടി. അവളുടെ തോളിൽ പിടിച്ച് തിരിച്ചു കിടത്താൻ നോക്കിയതും പെണ്ണു ബലം പിടിക്കുന്നുണ്ട്. ഹരിയുടെ ദേഷ്യം കൂടി. അവളുടെ ഏങ്ങലടികൾ അത് നെഞ്ചിലേക്ക് ആഴ്ന്നു പോകുന്നു. എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ മര്യാദയ്ക്ക് നേരെ കിടക്ക് ഗൗരി. ഇല്ലെടുത്ത് താഴെയിട് ഞാൻ. ഗൗരി പയ്യെ തിരിഞ്ഞു കടന്നു. അവളുടെ മുഖം ആകെ ചുവന്നു. കണ്ണുനീരിനാൽ കുതിർന്നിരുന്നു. കരച്ചിൽ നിർത്തടി. ഒറ്റ അലറൽ. ഗൗരി പേടിയോടെ ശ്വാസം അടക്കി പിടിച്ചു. ഹരി ശ്വാസം ഒന്ന് വലിച്ചു വിട്ടു. നിന്നോട് കരയരുതെന്നാണ് പറഞ്ഞത്. ഇപ്പോഴെന്തിനാ ഈ കരച്ചിൽ? ഇത്ര ദിവസം ആരോടും മിണ്ടാതെ എന്തിന് എന്നെ പോലും മറന്ന് നടക്കുമായിരുന്നില്ലേ നീ? പിന്നെ ഇപ്പൊ ഞാനൊന്നും നോക്കിയില്ലെന്ന് വെച്ച് നിനക്ക് എന്ത് നഷ്ടമാണ്? ദേഷ്യത്തിനിടയിലും വേദനയാണ് ആ ശബ്ദത്തിൽ. ഗൗരി കണ്ണുകൾ ഉയർത്തി അവനെ നോക്കി. നിനക്ക് അവര് മതിയല്ലോ. അവരെക്കുറിച്ച് ഓർത്ത് കരയുകയോ ചിരിക്കുകയോ എന്താന്ന് വെച്ചാൽ അയക്കോ. ഇനി ഒന്നും ചോദിക്കാനോ പറയാനോ ഞാൻ വരുന്നില്ല. ഗൗരി പൊടുന്നനെ അവന്റെ കയ്യിൽ പിടിച്ചു. ഹരി അവളെ നോക്കാതെ തന്നെ കൈ തട്ടിയെറിഞ്ഞതും ഗൗരി വീണ്ടും അവന്റെ കയ്യിൽ മുറുക്ക പിടിച്ചു. ഹരിയേട്ട. അവളുടെ ചുണ്ടുകൾ വിതുമ്പി. അവൻ നോക്കിയില്ല. അവൾക്കു മാത്രമല്ലല്ലോ തനിക്കുമില്ലേ സങ്കടം? ഈ ദിവസങ്ങളിൽ താൻ അനുഭവിച്ച വേദന അത് തനിക്ക് മാത്രമല്ലേ അറിയൂ? ഞാൻ ഹരിയേട്ട അറിയാതെ ഇനി എനിക്കൊന്നും കേൾക്കണ്ട ഗൗരി. അന്ന് അവിടുന്ന് വന്നത് മുതൽ കാണുകയും ഞാൻ. ആദ്യമൊക്കെ സങ്കടം കാണുമെന്ന് എനിക്കറിയാം. അതാണ് ഒന്നും ചോദിക്കാതെ നിന്നെ ശല്യം ചെയ്യാതെ വിട്ടത്. പക്ഷേ നീ എന്നെ ഒരു നിമിഷമെങ്കിലും ഓർത്തോ? ഞാനെന്നൊരാൾ നിന്റെ കൂടെ ഉണ്ടെന്ന് ചിന്തിച്ചോ നീ? രാവിലെ ഞാൻ എണീറ്റ് പോകും. രാത്രി കുളിക്കാൻ കയറുമ്പോൾ കയറി കിടക്കും. എൻ്റെ മുന്നിൽ വരില്ല, സംസാരമില്ല. ഇതിനൊക്കെ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? നിന്നെ അവിടെ കൊണ്ടുപോയതോ? പറയടി, നിന്നെ അവിടേക്ക് കൊണ്ടുപോയതാണോ ഞാൻ ചെയ്ത തെറ്റ്? അവൻ്റെ ശബ്ദം അവസാനം ഉയർന്നു. ഒന്ന് ഞെട്ടിപ്പോയവൾ അവനെ തന്നെ നോക്കിയിരുന്നു. ആ നിമിഷമാണ് അവൻ്റെ വേദന അവൾക്ക് മനസ്സിലായത് തന്നെ. അവനെ അവഗണിച്ചത് മനഃപൂർവ്വമല്ലല്ലോ, തൻ്റെ സങ്കടം കൊണ്ടല്ലേ. ഇത്രയും ദിവസം ആകെ ഭ്രാന്തു പോലെയായിരുന്നു മുത്തശ്ശിയുടെ അവസ്ഥ. വല്യച്ഛൻ്റെ വേർപാട് എല്ലാം കൂടെ താൻ കാരണമാണോ എന്ന് തോന്നൽ. എല്ലാം ഓർക്കുമ്പോൾ നെഞ്ചിൽ വല്ലാത്ത വേദന. അതിൻ്റെ ചുറ്റുമുള്ളതെല്ലാം മറന്നുപോയി താൻ. അതെ, തനിക്ക് തെറ്റുപറ്റി. ഞാൻ മരിച്ചു പോവുകയായിരുന്നു ഓരോ നിമിഷവും. പക്ഷെ നീയോ എന്നെ നോർത്തുകൂടിയില്ല. ഞാൻ ആരാ അല്ലേ? അവരല്ലേ നിന്റെ എല്ലാം അല്ലേടി? അവൻ്റെ ശബ്ദം ഇടറി. കണ്ണുകൾ കലങ്ങി. ഒറ്റ കുതിപ്പിൽ ഗൗരി ആ നെഞ്ചിലേക്ക് ചേർന്നുകൊണ്ട് അവനെ ഇറുക്ക കെട്ടിപ്പിടിച്ചു. പലതവണ അവൻ കുതറി. അവളെ മാറ്റാൻ നോക്കി. പക്ഷേ പെണ്ണട്ട പറ്റിയതുപോലെ പറ്റിക്കിടപ്പുണ്ട്. എന്നെ വിട് ഗൗരി, എനിക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട്. അവസാനമായി അവൻ പറഞ്ഞു. എന്നെ തല്ലിക്കോ, എത്ര വേണം തല്ലിക്കോ. ഞാൻ ചെയ്തതിനൊക്കെ എന്നെ തല്ലണം. മനഃപൂർവ്വം അല്ലേട്ടാ. ഞാൻ അറിയാതെ.
അവൾ കരഞ്ഞുപോയി. കൂടെ അവൻ്റെ നെഞ്ചിലെ രോമത്തിൽ അള്ളിപ്പിടിച്ച് നെഞ്ചിലേക്ക് വീണ്ടും പറ്റി. ഹരിക്ക് ചിരി വന്നു, കൂടെ സങ്കടവും. എന്നാലും നീ എന്നെ മറന്നുപോയില്ലേ? പരിഭവം നിറഞ്ഞ അവൻ്റെ സ്വരം. ഗൗരി ഏങ്ങിക്കരഞ്ഞുപോയി. കൂടെ അവൻ്റെ തലയാവർത്തി മുട്ടി. അല്ല, മറന്നുപോയതല്ല, സത്യമായിട്ടും മറന്നുപോയതല്ല. ക്ഷമിക്കുക ഹരിയേട്ടാ, നിന്നെ അറിയാതെ എന്നോട് ദേഷ്യപ്പെടല്ലേ. കരയണ്ട, എനിക്ക് സങ്കടം മാത്രമേ ഉള്ളൂ. നിന്നോട് ദേഷ്യം കാണിക്കാൻ എനിക്കാവോ കുഞ്ഞി? അവൻ്റെ ശബ്ദം നേർത്തു. ഗൗരി കണ്ണുകൾ ഉയർത്തി അവനെ നോക്കി. പയ്യെ എണ്ണീക്കാൻ നോക്കിയവളുടെ ഇടുപ്പിലൂടെ അവൻ ചുറ്റിയതും ഗൗരി ഒന്നുയർന്ന് അവൻ്റെ ചുണ്ടുകളെ പൊതിഞ്ഞിരുന്നു. അവൻ്റെ പരിഭവത്തെ പാടെ അലിയിച്ചു കളയാൻ കെൽപ്പുള്ള ചുംബനം. ചുണ്ടിനൊപ്പം പല്ലും നാവും അവനിലേക്ക് ചേർന്നതും ഹരി അവളെ ഒന്നാകെ പൊതിഞ്ഞുകൊണ്ട് അവൾക്ക് വിധേയായിരുന്നു. ഹരി തട്ടി വിളിച്ചപ്പോഴാണ് ഗൗരി കണ്ണുകൾ തുറന്നത്. നോക്കുമ്പോൾ കുളിച്ച് കടയിൽ പോകാൻ റെഡിയായി നിൽക്കുകയാണ് ഹരി. അവൾ കണ്ണ് തിരുമ്പിക്കൊണ്ട് എഴുന്നേറ്റിരുന്ന് സമയം നോക്കെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. 8:30. അവൾ ഞെട്ടലോടെ ഹരിയെ നോക്കി. ഞാൻ ഇത്ര വൈകിയോ? ഹരിയേട്ടൻ എന്താ എന്നെ വിളിക്കാഞ്ഞ്? അലാറം വെക്കാനും മറന്നുപോയി. ധൃതിയിൽ എഴുന്നേറ്റ് പുതപ്പ് മടക്കി വെച്ചു ഗൗരി. തിരക്ക് വേണ്ട കുഞ്ഞി, ഞാൻ മുനപ്പുറം വിളിക്കാത്തയാ, ഉറങ്ങട്ടെ എന്ന് കരുതി. 2-3 ദിവസത്തിന് ശേഷം ഇന്നലെയാ നീ ശരിക്കും ഉറങ്ങിയെന്ന് എനിക്കറിയാം. ഫോൺ പോക്കറ്റിലിട്ട് ഹരി അവളെ തിരിഞ്ഞു നോക്കിയതും ഗൗരി അവനെ തന്നെ നോക്കി നിൽപ്പാണ്. ഞാൻ ഹരിയേട്ടനെ ഒത്തിരി വേദനിപ്പിച്ചു. അവളുടെ കണ്ണുകൾ കലങ്ങിയത് കാണെ ഹരി അവളെ നെഞ്ചിലേക്ക് ചേർത്തു. മനഃപൂർവ്വം അല്ല ഹരിയേട്ട, എൻ്റെ അവസ്ഥ അതായിരുന്നു. മനസ്സ് കൈവിട്ടുപോയി. എന്തോ ഞാനാണ് എല്ലാത്തിനും കാരണമെന്ന് ചിന്തിച്ചു. ഗൗരി. അവളെ പറയാൻ അനുവദിക്കാതെ ഹരി കടുപ്പത്തിൽ വിളിച്ചതും ഗൗരി കണ്ണുകൾ അമർത്തി തുടച്ച് അവനെ നോക്കി. രാത്രിയെല്ലാം ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചതാ. വീണ്ടും രാവിലെ അതിനെ തുടങ്ങാനാണ് നിന്റെ ഭാവമെങ്കിൽ. അവൻ്റെ ശബ്ദത്തിൽ കടുപ്പത്തിൽ അവൾ വേഗമില്ലെന്ന് തലയാട്ടി. രാത്രി എല്ലാം അവനോട് പറഞ്ഞതാണ്. കേട്ടുകഴിഞ്ഞ് തന്നെ സമാധാനിപ്പിച്ചു. താൻ ചിന്തിച്ചതുപോലെ ഒന്നുമല്ലായിരുന്നു കാര്യങ്ങൾ. എന്നാലും മനസ്സിലെ ചിന്തകളെ നിയന്ത്രിക്കാനാവുന്നില്ല. കുഞ്ഞി, ഞാൻ വീണ്ടും പറയുക, ഇതിനൊക്കെ കാരണം ഞാനോ നീയോ അല്ല, അവരുടെ സ്വഭാവം തന്നെയാണ്. നോക്ക്, നിന്നെയും അനുവിനെയുമൊക്കെ അവർ സ്നേഹത്തോടെയാണ് നോക്കിയിരുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് നീ സ്വന്തം ആവില്ലായിരുന്നു. സന്തോഷത്തോടെ പഠിത്തമൊക്കെ കഴിഞ്ഞ് അവർ പറയുന്ന പയ്യനെ അല്ലെങ്കിൽ വേറെ ഒരാളെ നീ വിവാഹം ചെയ്തേനെ. പക്ഷേ ഇങ്ങനെയൊക്കെ നടക്കാനും എനിക്ക് നീ സ്വന്തം ആവാനും കാരണം ആ 2 പേര് തന്നെയാണ്. അവരുടെ ദുഷിച്ച സ്വഭാവം തന്നെയാണ്. പിന്നെ ഈ നടന്ന കേസും ജയിലും ഒക്കെ നമ്മളല്ലല്ലോ, അവരല്ലേ കൊട്ടേഷൻ കൊടുത്ത് എന്നെ കൊല്ലാൻ ആളെ വിട്ടത്. നീ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ആ കുത്തുകൊട്ടവൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ നീ എന്ത് ചെയ്തേനെ? അപ്പോഴും അവരെ ന്യായീകരിക്കുമോ നീ? ഞാൻ ചാവട്ടെ എന്നാണോ? അവസാനം ഹരിക്ക് വീണ്ടും ദേഷ്യം വന്നുപോയി. എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല എന്നാ രാത്രി 2 മണി വരെയല്ല മനസ്സിലാക്കി കൊടുത്തുക. മൂളി ഇരുന്നല്ലാതെ ഒന്നും തലയിൽ കയറിയിട്ടിരുന്ന് ഇപ്പോഴല്ലേ അറിയുന്നത്. അവളൊന്ന് ഏങ്ങി. സത്യം പറഞ്ഞാൽ നിന്നെ അവിടെ കൊണ്ടുപോകാൻ പാടില്ലായിരുന്നു ഞാൻ. പക്ഷെ മനസ്സ് വന്നില്ല. നിന്റെ അച്ഛൻ വന്ന് പറഞ്ഞപ്പോൾ കേൾക്കാതെ ഇരിക്കാൻ കൊണ്ടുപോയി ഒന്ന് കാണിക്കാമെന്ന് വെച്ചത്. പക്ഷെ ഇങ്ങനെ തലവേദനയാവുമെന്നറിഞ്ഞില്ലേ, ഒരിക്കലും കൊണ്ടുപോയില്ലായിരുന്നു ഞാൻ. സത്യം. മതി, ഇനിയൊന്നും പറയണ്ട. ഞാൻ ഇനി അവരെക്കുറിച്ച് ഒന്നും പറയില്ല. എനിക്ക് ആരും വേണ്ട, ആരും. ഹരിയേട്ടൻ മതി എപ്പോഴും. അവനെ കൊല്ലാൻ ശ്രമിച്ചത് അവരാണെന്ന് ഓർമ്മ വരെ അവൾക്ക് വീണ്ടും ദേഷ്യം തോന്നി. അന്ന് അനുഭവിച്ച വേദന, കരഞ്ഞ കരച്ചിൽ, അവനെ കാണുന്നതുവരെ മരിച്ചതുപോലെയുള്ള നിമിഷം എല്ലാം താൻ മറന്നിരിക്കുന്നു. മനസ്സിൽ അവർക്കായി നിറഞ്ഞ സഹതാപവും സ്നേഹവും ദേഷ്യമായി മാറുന്നത് ഗൗരി അറിഞ്ഞു. ഹരി അവളെ നെഞ്ചിലേക്ക് ചേർത്ത് കണ്ണുകൾ ഇറുക്കി അടച്ചു. എന്തോ മനസ്സിൽ ഉറപ്പിച്ചതുപോലെ ഗൗരി അവനെ ഇറുക്ക പുണർന്നു. ആ നെഞ്ചിൽ അമർത്തി മുത്തി. ഹരിയേട്ടാ, ഞാനിപ്പോൾ ഫ്രഷായി വരാമേ, കഴിക്കാതെ പോയേക്കല്ലേ. അവനിൽ നിന്നും അടർന്നു മാറി ചിരിയോടെ അവൾ പറയെ ഹരിയുടെ ചുണ്ടിൽ ചിരി വിരിഞ്ഞു. ഗൗരി ബാത്റൂമിലേക്ക് കയറിയതും അവൻ ബെഡിലേക്കിരുന്നു. മനസ്സിൽ ഒരു ഭാരം ഒഴിഞ്ഞതുപോലെ, വല്ലാത്ത ആശ്വാസം. ഹരി കടയിൽ പോയതും ഗൗരി ഓരോന്ന് ചെയ്തും സംസാരിച്ചും സുജാതയുടെ കൂടെ അടുക്കളയിൽ കൂടി. 3 ദിവസമായി വാടിയ പെണ്ണ് ഇന്ന് ഉഷാറായതും സുജാതയ്ക്കും ആശ്വാസം നിറഞ്ഞു. വീട്ടിൽ പോയി വന്നതു മുതലായിരുന്നല്ലോ അവളുടെ മാറ്റം. അത് പെട്ടെന്ന് കണ്ട മരണവും കൂടെ മുത്തശ്ശിയുടെ അവസ്ഥ കണ്ടതിൽ നിന്നാവുമെന്നും അവർക്ക് തോന്നിയിരുന്നു. എന്തായാലും അവൾ ഓക്കെയായതിൽ സന്തോഷം സുജാതയ്ക്കാണ്. അടുക്കളയൊതുക്കി സുജാത പുറം പണിക്കിറങ്ങിയതും ചൂലും മോപ്പും എടുത്ത് ഗൗരി അകമടിച്ചു വരാനായി പോയി. ഇതാണ് ഫോൺ അവർക്ക് നേരെ നീട്ടിയതും ഹരിയാണ് വാങ്ങി ആദ്യം നോക്കിയത്. വെളുത്ത അനാർക്കലിയിൽ നിലാവ് പോലെ ഉദിച്ചു നിൽക്കുന്ന പെണ്ണ്, വല്ലാത്ത ചന്തം. ബിബിക്ക് ചേർന്ന പെണ്ണ്. അവൻ കുറച്ച് ഫിറ്റ് ബോഡിയാണ്. ഇടയ്ക്ക് ജിമ്മിൽ പോയി സെറ്റ് ചെയ്യാറുമുണ്ട്. കൂടെ ആവശ്യത്തിന് വെളുപ്പും കുറ്റിത്താടിയും കട്ടിമീശയും. അങ്ങനെയുള്ള ചെക്കന് ഈ നിലാവ് പോലെയുള്ള പെണ്ണ് പെർഫെക്റ്റ് മാച്ചാണ്.
ഹരി കള്ളച്ചിരിയോടെ ബിബിയെ നോക്കി. അവനിലും ഒരു ചിരി ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. നോക്കട്ടെ. ഫോൺ അജയ് വാങ്ങിയതും ഹരി ബിബിയുടെ തോളിലൂടെ കൈയിട്ടു. ഇഷ്ടമായിടോ നിനക്ക്? ശബ്ദം താഴ്ത്തി അവൻ ചോദിക്കെ ബിബി മെല്ലെ തലയാട്ടി. പിന്നെ ബിൻസിയുടെ നാത്തൂനാണ് പെണ്ണ്. ബിൻസിയുടെ വീട് കാണാൻ വന്നപ്പോഴാണ് അവർ ബിബിയെ കണ്ടത്. ആദ്യം ഈ കാര്യം മുന്നോട്ട് വെച്ചത് റോഷന്റെ അളിയൻ തന്നെയാണ്. വീട്ടുകാർ സംസാരിച്ചപ്പോൾ അവർക്കും യാതൊരു എതിർപ്പുമില്ല. പിന്നെ ചെക്കനും പെണ്ണും തമ്മിൽ കണ്ടു. ഇന്നലെയാണ് അവർ അങ്ങോട്ട് പോയത്. പെണ്ണിന് ചെക്കനെ ഇഷ്ടമായി, ബിബിക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് ആ മുഖം കണ്ടപ്പോൾ തന്നെ ഹരിക്കും മനസ്സിലായി. പേരെന്താടാ? മുസ്തുവാണ് ചോദിച്ചത്. റീമ. സെറ്റ്. കിഡിലോസ്കി ആയിട്ടുണ്ട് രണ്ടാളും. നല്ല ചേർച്ചയുണ്ട്. അപ്പോൾ എങ്ങനെയാടാ കാര്യങ്ങൾ? ബിൻസിയുടെ കൂടെ തന്നെയാണോ ഇതും? അജയ് ഫോൺ അവർ നേരെ നീട്ടിക്കൊണ്ട് ചോദിക്കെ ബിബി തലയാട്ടി. ഒരുമിച്ച് മതിയെന്ന് അവർക്കും. പിന്നെ ഞാനും കൂടുതലും മിണ്ടാൻ പോയില്ല. അവസാനം ഒരലസം മട്ടിൽ ബിബി പറഞ്ഞു.